വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. കൊല്ലം KCB ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് നേരിയ സംഘർഷമുണ്ടായത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രവർത്തകരെ നീക്കാൻ ശ്രമിക്കുകയാണ് പോലീസ്. ഒന്നുമില്ല, 24 കൊടുക്കുന്നുണ്ട്, ഡെസ്കിലൊന്നും കാണുന്നില്ല. കൂടുതൽ വിശദാംശങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, വലിയ പ്രതിഷേധമാണ് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. പ്രവർത്തകരുടെ വലിയ കൂട്ടം തന്നെയുണ്ട്. എന്താണ് വിവരങ്ങൾ? ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. പോലീസ് പിൻവശത്തുകൂടി വന്ന ഇത്തരത്തിൽ വാതിലിലേക്ക് കയറിയ പ്രവർത്തകരെ പുറത്തേക്ക് തള്ളി വിട്ടു. ഇതിനിടയിൽ ചില പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു എന്ന് പറഞ്ഞ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി. ചില പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് എത്തിയത്. എന്തായാലും പ്രവർത്തകർ ഇപ്പോഴും ഈ ഓഫീസിന്റെ കവാടത്തിന് മുമ്പിൽ, എഞ്ചിനീയർ ഓഫീസിന് മുമ്പിലെത്തി പ്രതിഷേധം അറിയിച്ച് മടങ്ങിപ്പോകൂ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവിടെ തുടരുകയാണ്. കൂടുതൽ പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ വിഷ്ണു സുനിൽ പന്തളത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സമരം ഇവിടെ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ സമാധാനപൂർവ്വമായി നടന്ന സമരം ഉദ്ഘാടനം കഴിഞ്ഞുടൻ തന്നെ ഈ സമരത്തിലെ ചില പ്രവർത്തകർ എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചതാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. എന്തായാലും പ്രവർത്തകർ ഈ ഓഫീസിന് മുന്നിൽ കിടന്നും അതുപോലെ തന്നെ ഓഫീസിന്റെ മുന്നിൽ കവാടത്തിന് മുന്നിൽ പോലീസുമായി വാക്കേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ലാത്തി ഉപയോഗിച്ച് കുത്തി എന്നാണ് പറയുന്നത്. ഒരു പ്രവർത്തകൻ ഇപ്പോൾ ഇവിടെ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനെ കാട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില പ്രവർത്തകർ വീണ്ടും ആ ഓഫീസിന് മുമ്പിൽ ബഹളം വെക്കുകയാണ്. എന്തായാലും ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിക്കുമായി കൂടുതൽ പോലീസ് ഇപ്പോൾ ഇവിടേക്ക് എത്തുകയാണ്. എന്തായാലും പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. എന്തായാലും സംസ്ഥാന ഉപാധ്യക്ഷൻ സംസാരിക്കുന്നു. നമുക്ക് തലയ്ക്കാണ് ഞങ്ങൾ അടിച്ചത്. കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുവിന്റെ സമാധാന പരിപാടി ഞങ്ങൾ സമരം ചെയ്തപ്പോൾ തലയ്ക്കടിച്ചത് ശബരിനാഥ് എന്ന് പറയുന്ന ആ പോലീസുകാരനാണ്. ഇവിടെ പോലീസിന്റെ ഗുണ്ടായിസമാണ് നടക്കുന്നത്. ഞങ്ങൾ തീർത്തും ജനകീയ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് സമാധാനപരമായി വന്നത്. ഇവിടെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താനാണ് പോലീസ് നോക്കുന്നത്. ഇത് ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കാൻ പറ്റത്തില്ല. ഏതറ്റം വരെയും ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും. സാമ്പിൾ സമരമാണോ? ഇന്നത്തെ വെറും സാമ്പിൾ മാത്രം. വരാൻ പോകുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ശക്തമായ പ്രക്ഷോഭമാണ് യൂത്ത് കോൺഗ്രസിന്റെ.
വൈദ്യുതി നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് സാമ്പിൾ മാത്രമാണ്. ഇനി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങും എന്നുള്ളതാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷമീർ അബ്ദുൾ.